ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ്സാണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. താപം അല്ലെ, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ 3 പ്രധാനപ്പെട്ട വഴികളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത്. കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ഈ 3 മെത്തേഡ്സിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് കണ്ടക്ഷൻ അല്ലെ. കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ആയിരിക്കണം നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവേണ്ടത്. പ്രധാനമായിട്ടും മെറ്റൽസിലൊക്കെയാണ് ഈ ഒരു മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ നിങ്ങൾ അല്ലേ. നോക്കിക്കേ, ദിസ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ എ സോളിഡ് മെറ്റീരിയൽ ഓർ ബിറ്റ്വീൻ 2 ഒബ്ജക്ട് ദാറ്റ് ആർ ടച്ചിങ്. അപ്പൊ സമീപത്ത് കോണ്ടാക്റ്റിലുള്ള 2 മെറ്റീരിയൽസിലുള്ള മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. എനർജി മൂവ്സ് അറ്റ് ദ മോളിക്കുലർ ലെവൽ ആസ് ഫാസ്റ്റർ മൂവിംഗ് പാർട്ടിക്കിൾസ് ബംപ് ഇൻ ടു സ്ലോവർ മൂവിംഗ് കൂളർ വൺസ്. അപ്പൊ ഹോട്ടർ ഒബ്ജക്റ്റിൽ നിന്ന് കോൾഡർ ആയിട്ടുള്ള ഒബ്ജക്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നത് അല്ലെ. സോളിഡ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഈ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. ഓക്കെ, എ മെറ്റൽ സ്പൂൺ ഗെറ്റിംഗ് ഹോട്ട് വൈൽ സിറ്റിംഗ് ഇൻ എ കപ്പ് ഓഫ് ടീ. നമ്മൾ ഇതേപോലെ ചായ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സ്പൂൺ അതിനകത്ത് ഇട്ടിട്ട് കഥ പറയാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വരുമ്പോഴത്തേക്കും അല്ലെ നമ്മുടെ സ്പൂൺ നല്ല ഹീറ്റ് ആയിട്ടുണ്ടാകും. അപ്പൊ ഇതിന് പിന്നിലുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ഏതാണ്, കണ്ടക്ഷൻ ആണ്. ഓക്കെ, ഇനി കൺവെൻഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കൺവെൻഷൻ occurs in fluids, liquids and gases. ലിക്വിഡ്സിലും ഗ്യാസസിലും എന്താണ്, കൺവെക്ഷൻ പോസിബിൾ ആണ്. ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് വാമർ പാർട്സ് ഓഫ് മോളിക്യൂൾ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ബിക്കം ലെസ് ഡെൻസർ ആൻഡ് റൈസ് വൈൽ കൂളർ ഡെൻസർ പാർട്ട് സിങ്സ്, ക്രിയേറ്റ് എ കൺവെക്ഷൻ കറന്റ്. അപ്പൊ ലിക്വിഡ്സിലും ഗ്യാസസിലും ഇവിടെ നിങ്ങൾ ഫ്ലോ ഓഫ് മോളിക്യൂൾസ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് എന്താണ്, കൺവെൻഷനിൽ പോസിബിൾ ആണ്. മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് എന്താണ്, റേഡിയേഷൻ ആണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഏതാണ്, റേഡിയേഷൻ. നോക്കിക്കേ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ റേഡിയേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ദിസ് ഈസ് ദ ഓൺലി മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എ മീഡിയം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയിക്കേണ്ട, ഏതാണ്, അത് റേഡിയേഷൻ ആണ്. ഇറ്റ് ട്രാവൽസ് ത്രൂ ദ വാക്വം ഓഫ് സ്പേസ് ഇൻ ദ ഫോം ഓഫ് ഇൻഫ്രാറെഡ് വേവ്സ്. അപ്പൊ ശൂന്യതയിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സഞ്ചരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ ചൂട് ഈ ഭൂമിയിൽ മൊത്തത്തിൽ എന്തുണ്ട്, ഒരു ടെമ്പറേച്ചർ ഉണ്ട് അല്ലെ. അപ്പൊ സൂര്യന്റെ താപം ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. ആ ഒരു ഫലമായിട്ടാണ് ഇവിടെ ചൂടുണ്ടാകുന്നത്. അപ്പൊ എങ്ങനെയാണ് എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം, റേഡിയേഷൻ പറയാന്ന് പറയല്ലേ. എക്സാമ്പിൾ, ഫീലിംഗ് ദ വാംത്ത് ഓഫ് ദ സൺ ഓൺ യുവർ ഫേസ് ഓർ ദ ഹീറ്റ് ഫ്രം ദ ക്യാമ്പ് ഫയർ ഈവൻ ഇഫ് യു ആർ ടച്ചിങ് ഇറ്റ്. നമ്മൾ തൊടുന്നില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ താപം നമ്മളിലേക്ക് എത്തുന്നുണ്ട്. സോ 3 പ്രധാനപ്പെട്ട മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ മൂന്നാമത്തേത് ഏതാണ്, റേഡിയേഷൻ ആണ്. അപ്പൊ ആദ്യത്തെ കണ്ടക്ഷനിൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, ആക്ച്വൽ മൂവ്മെന്റ് എന്തല്ല, പോസിബിൾ അല്ല, അതെന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൺവെൻഷൻ എന്ന് പറയുമ്പോൾ അല്ലെ, നോക്കിക്കേ നിങ്ങൾ, ഫ്ലൂയിഡ് മൂവ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പോസിബിൾ ആണ്. അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലാവുമ്പോൾ അവിടെ മീഡിയത്തിന്റെ സഹായമില്ലെങ്കിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ 3 എണ്ണത്തിനെയും പറ്റി നമ്മളിവിടെ എഴുതാൻ വേണ്ടി ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അത് പഠിച്ചിട്ടുണ്ടാകണം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കെയർഫുൾ ആയിട്ട് തന്നെ ഈ ഒരു ഭാഗം പഠിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ, സീ യു, ടേക്ക് കെയർ.